ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. എന്നാൽ ആ തരം പ്രതിഷേധങ്ങൾ ഒരിക്കലും ശാരീരികമായ അക്രമത്തിലേക്കും കായികമായിട്ടുള്ള അഭ്യാസത്തിലേക്കും പോകുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും സാമാന്യ മര്യാദയും സംസ്കാരവും കാട്ടുക എന്ന് പറയുന്നത് ഏത് മേഖലയിലും അനിവാര്യമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനുണ്ടായി എന്ന് പറയുന്ന ഈ തരത്തിലുള്ള അവരുടെ പേരിലുണ്ടായി എന്ന് പറയുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അതിക്രമ ശ്രമങ്ങൾ ഒരിക്കലും അനുവദനീയമല്ല. അത് ഒരു കാലത്തും നമുക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റുന്നതുമല്ല. പക്ഷേ ഇതിനകത്ത് ചില സത്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ആ രാഷ്ട്രീയ പരിസരം കൂടി പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം വിഷയങ്ങളെ നമ്മൾ ചർച്ചയ്ക്കെടുക്കാൻ. അതായത് 2-3 മാസത്തിനകം ഒരു വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കുകയും അത് പ്രചരണത്തിനായി മുതലെടുത്തുകൊണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അനുകമ്പ വോട്ടുകളോ സഹതാപ വോട്ടുകളോ ഒക്കെ പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ സത്യം ഒരിടത്ത് നിൽക്കുന്നു, അസത്യങ്ങൾ ധാരാളം പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് ഇതിനകത്തെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ഇവിടെ ശ്രീമതി വീണ ജോർജിന് മേൽ വധശ്രമം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ വ്യാപകമായ പ്രചരണം CPM അഴിച്ചുവിട്ടിരിക്കുന്നത്. നമ്മളിവിടെ കാണേണ്ട കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ബഹുമാനപ്പെട്ട പട്ടം താണുമുള്ള മുഖ്യമന്ത്രി ആയിരുന്ന മുതൽ ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട CH മുഹമ്മദയുടെ മേൽ MV രാഘവന്റെ മേൽ കൂത്തുപറമ്പയിൽ വെടിവെച്ച് വെച്ച് 5 ആളുകൾ മരിച്ച ചരിത്രം വരെ ഉണ്ട്. അതുപോലെ ശ്രീ K കരുണാകരന്റെ മേൽ കാറിൽ കല്ലെടുത്തെറിഞ്ഞ് അദ്ദേഹം ഇരിക്കുന്ന സീറ്റിന്റെ അടുത്ത് കല്ല് വീണ സംഭവം. ഏറ്റവും ഒടുവിൽ പറയട്ടെ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടിക്ക് നേരെ CPM പ്രവർത്തകർ കല്ലെടുത്തെറിഞ്ഞ് അദ്ദേഹത്തിന്റെ നെറ്റിക്ക് മുഖത്തും മുറിവുണ്ടായ ചിത്രം ഇന്നും നിങ്ങളുടെയൊക്കെ ലൈബ്രറികളിൽ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ആക്രമണങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പട്ടം താണുമുള്ള മുതൽ കേരളം ഉത്ഭവിച്ചതിന് ശേഷം രാഷ്ട്രീയ നേതാക്കന്മാരുടെ മേൽ ഇത്തരം കായികമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കേരളത്തിന്റെ ചരിത്രമാണ്. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആ ആക്രമണങ്ങളിലെല്ലാം പ്രതിഭാഗത്ത് നിൽക്കുന്നത് CPM പ്രവർത്തകരാണ്. അന്ന് ആക്രമണം നടത്തിയത് മുഴുവൻ അതൊക്കെ ചരിത്രത്തിന്റെ രേഖകളിലാണ്. അതിനകത്ത് ഒരാളെ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ BJPയുടെയോ ആളുകളെ ഇതുവരെ പ്രതിപട്ടികയിൽപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള CPM ആണ് ഇപ്പോൾ ഭയങ്കരമായി ഞങ്ങളുടെ മന്ത്രിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അവിടെ ഒരു നൈതികതയുടെ പ്രശ്നമുണ്ട്, ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. നമുക്ക് പറ്റുമ്പോൾ മാത്രം അത് വലിയ ബഹളം ഉണ്ടാക്കി. ഇപ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ നമ്മൾ കണ്ടത് കേരളം മുഴുവൻ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ വിമർശനത്തിനും ആത്മപരിശോധനയ്ക്കും CPMനെ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആക്ഷേപങ്ങളൊക്കെ ഒരുപക്ഷെ ചീറ്റിപ്പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒരിക്കലും ഇന്നലെ നടന്ന ആക്രമണത്തെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നതല്ല. അവർ ചെയ്തതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാമെന്നുള്ള ഒരു ന്യായീകരണം ഇതിനകത്ത് ഒട്ടും ഇല്ലേയില്ല. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട നേതാക്കന്മാരോ പൊതുപ്രവർത്തകരോ ആണെങ്കിലും അക്രമം കാണിക്കാൻ പാടില്ല, നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. ഇതിനകത്ത് വളരെ വിചിത്രമായ മറ്റൊരു സംഗതി കാണേണ്ടത്, ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിരിക്കുന്ന FIR ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആരോഗ്യമന്ത്രിയെ കൊലപ്പെടുത്താനായി ശ്രമിക്കുന്നുവെന്നാണ് FIR ഇട്ടിരിക്കുന്നത്. എന്തൊരു നാണം കെട്ട പോലീസാണിത്! പച്ച കള്ളമല്ലേ FIRൽ എഴുതിയിട്ടിരിക്കുന്നത്? ആയുധം ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ്, അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 2 കീറ്റകഷ്ണങ്ങളാണ്, കറുത്ത തുണിയുടെ കീറ്റകഷ്ണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ദൃശ്യമാധ്യമങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറായി കാട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിന് FIRൽ പോലീസ് എഴുതി വെച്ചിരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ഈ പോലീസുകാരൊക്കെ ഭരിക്കുന്നവരുടെ കാൽനക്കികളായി ചട്ടുകങ്ങളായി മാറുന്നുവെന്നുള്ള ദയനീയമായ ചിത്രം കൂടെ ഇതിനകത്ത് പുറത്തു വരികയാണ്. അവരെഴുതി വയ്ക്കുന്ന FIRലാണ് മാരകായുധം അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസിലാണ് ജാമ്യമില്ല വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസിനെ ഈ തരത്തിലൊക്കെ ദുർവിനിയോഗം ചെയ്യുമ്പോൾ അവരെ ഇതിനെ താളം തുള്ളാൻ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്തുതി പാടിയെങ്കിലേ പറ്റുള്ളൂ. അതിനേക്കാൾ വളരെ വിചിത്രമാണ്
ഈ മെഡിക്കൽ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അവിടുത്തെ ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട് ഒരു പറ്റം ഡോക്ടർമാർ സംഘവും പറഞ്ഞിരിക്കുന്നത് ഉടനടി വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ഉടനടി ICUയിലേക്ക് മാറ്റണം, MRI എടുക്കണം, സ്കാൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അധികാരത്തിലിരിക്കുന്ന ആളുകളെ പ്രീണിപ്പെടുത്താൻ വേണ്ടി കുറെ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് പറയുന്ന വളരെ ഹീനമായിട്ടുള്ള ഒരു ചിത്രം കൂടെ നമ്മൾ കാണാതെ പോകരുത്. ഇതൊക്കെ പറയുമെങ്കിലും ഇതിന്റെ സത്യം കണ്ടുപിടിക്കണം. ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാർ, പാർട്ടികളിലുള്ളവരൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തുവിടുക, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുക, കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. അതിനകത്ത് യൂത്ത് കോൺഗ്രസ് എന്നോ CPM എന്നോ BJP എന്നോ നോക്കണ്ട എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നു, തള്ളി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് മടിക്കുന്നത്? അതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് നിർണായകമായ തെളിവുകളാണ്. അതുകൊണ്ട് ആരും കഥകൾ ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള തള്ളുകൾ അവസാനിപ്പിച്ചിട്ട് സത്യം കണ്ടെത്താനായി ശ്രമിക്കണം. നിയമ സംവിധാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നിഷ്പക്ഷരായി പോലീസ് ഉദ്യോഗസ്ഥന്മാരും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും പ്രവർത്തിക്കാനുള്ള ആർജവം കാണിക്കണം. രാഷ്ട്രീയ പാർട്ടിക്കാർ നേതാക്കന്മാർ പറയുന്നത് പോലെ FIR എഴുതാനും മെഡിക്കൽ റിപ്പോർട്ട് എഴുതാനും ഈ ആർജവമുള്ള ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കാതിരിക്കണം. ഇത് കോടതികളൊക്കെ മുമ്പിൽ പോകുമ്പോൾ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളയും ഇത്. കാരണം യാതൊരു തെളിവുമില്ല. ഈ ആയുധം ഉപയോഗിച്ചവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ യാതൊരു തെളിവുകളും ഇതുവരെ ഹാജരാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ സത്യം എന്നുള്ളത് കൂടെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരണം. എന്തായാലും ഒരു കാര്യം ശരിയാണ്, അത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണേലും ഈ തരത്തിൽ ആക്രമിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഈ സമാധാനപരമായ കേരളത്തിൽ ഇതുപോലെയുള്ള ഏറ്റുമുട്ടലുകളെല്ലാം എല്ലാ കക്ഷികളും ഒഴിവാക്കണം, എല്ലാവരെയും നിയന്ത്രിക്കണം. യുവജന സംഘടനകളെ സീനിയർ നേതാക്കന്മാർ നിയന്ത്രിക്കണം. അത് CPMലും വേണം, കോൺഗ്രസിലും വേണം, BJPയിലും വേണം. അതുകൊണ്ട് ഈ അക്രമത്തെ നമ്മൾ പൂർണ്ണമായി തള്ളിപ്പറയുന്നു, നിഷേധിക്കുന്നു. എന്നാൽ ഇതിന്റെ സത്യം കണ്ടെത്തി യഥാർത്ഥ പ്രതികൾ ഉണ്ടെങ്കിൽ അവർ ചെയ്ത കുറ്റം എന്താണ് എന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തെളിയിച്ച് അവർക്ക് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഈ പറയുന്ന പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് ഈ സാധാരണ ജനങ്ങളുടെ മനസ്സിനെ കലുഷിതമാക്കാൻ ശ്രമിക്കരുത്. എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സമൂഹമാണ്, നല്ലപോലെ സാക്ഷരതയുള്ളതാണ്, മാധ്യമങ്ങളെയൊക്കെ വിലയിരുത്താൻ പ്രാപ്തിയുള്ള സമൂഹമാണ്. അതുകൊണ്ട് ഈ കള്ള പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും എല്ലാവരും അവസാനിപ്പിച്ചിട്ട് സത്യം എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരാനുള്ള ആർജവം കാണിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.